നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഒരു പളുങ്ക് പാത്രം പോലെയാണ് അല്ലെ. ഇതൊന്നും എൻ്റെ വാക്കുകളല്ല, ആരൊക്കെയോ പണ്ട് പറഞ്ഞത് നമ്മുടെ മനസ്സിൽ പതിഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ. ഇനി ഞാൻ പറഞ്ഞാന്ന് വിചാരിച്ച് എന്നെ ഇനിയും പറഞ്ഞ പോലെ ഏറി കയറ്റാനൊന്നും വരണ്ട. പളുങ്ക് പാത്രം പോലെയാണെന്ന് കൊണ്ട് തന്നെ വളരെ സൂക്ഷിച്ചും കണ്ടും വേണം. ചിലപ്പോൾ നമ്മൾ ചില ഇഷ്ടപ്പെട്ട പാത്രങ്ങൾ നമ്മൾ വാങ്ങിക്കൊണ്ട് വന്ന് അറിയാതെ കൈതട്ടിയൊക്കെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് ചിലപ്പോൾ പൊട്ടിപ്പോകുമ്പോൾ നമുക്ക് വല്ലാത്ത സങ്കടം വരും. കുറേ കാലം കഴിയുമ്പം ചിലത് പൊട്ടിപ്പോകും അല്ലേ. ചിലത് മനോഹരമായത് നമ്മൾ അറിയാതെ പൊട്ടിപ്പോകുമ്പോഴാണ് നമുക്ക് വിഷമം ഉണ്ടാകുന്നത്. കുറേ കാലം ഉപയോഗിച്ച് കഴിയുമ്പോൾ ഇതൊക്കെ എത്ര കാലമായി ഞാൻ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്, ഇതൊന്ന് പൊട്ടിയിരുന്നെങ്കിൽ, അല്ലെ ഇത് ആർക്കെങ്കിലും കൊടുത്താലോ അത് കളഞ്ഞാലോ എന്ന് ചിന്തിക്കുന്ന ബന്ധങ്ങളും ഉണ്ട് അല്ലേ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് മനുഷ്യന്റെ ജീവിതം എന്ന് പറയുന്നത്. നമ്മൾ ഈ കാണുന്ന ഇപ്പൊ ഈ പറയുന്ന ഞാൻ പോലും ചിരിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അല്ലെ, നമുക്കുള്ളിലുള്ള വിഷമങ്ങൾ അല്ലെ, നമ്മുടെ വികാരങ്ങൾ അല്ലെ, നമ്മുടെ ജീവിതങ്ങൾ അല്ലെ, നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ ഒക്കെ വ്യത്യസ്തമാണ്. പ്രത്യേകിച്ചും സ്ത്രീകളെ സംബന്ധിച്ച് കുറേ വർഷം ഒരു വീട്ടിൽ സുഖലോലുപയോട് ജീവിച്ചു. അതിനുശേഷം പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ അല്ലെ, ഒരു പരിചയവുമില്ലാത്ത കുറേ ആൾക്കാരുടെ കൂടെ ജീവിക്കേണ്ടി വരുന്ന അവസ്ഥ എന്ന് പറയുന്നത് അത് അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അവിടെ ചിലപ്പോൾ ഈ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ വ്യത്യാസമായിരിക്കും ആ വീടുകളും ആ സ്ഥലങ്ങളും തമ്മിൽ. എന്നെ സംബന്ധിച്ച് അങ്ങനെയാണ് കേട്ടോ. രണ്ടും അടുത്തടുത്ത സ്ഥലങ്ങളായിരുന്നു, പക്ഷേങ്കിൽ എൻ്റർലി ഡിഫറെൻ്റ് ആയിരുന്നു രണ്ട് സ്ഥലങ്ങളും അവിടുത്തെ ആൾക്കാരും ഒക്കെ തന്നെ. അപ്പം നമുക്കത് ഈ പറഞ്ഞ പോലെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ നമ്മൾ കുറേ ട്രെയിൻ ചെയ്യേണ്ടി വരും. ഞാൻ പല കുട്ടികളോടും തമാശയായിട്ട് പറയാറുണ്ട്, ഈ അമ്മായിമ്മ പോരെന്നൊക്കെ പറയുന്നത് നമ്മൾ പുതിയ കോളേജിൽ ചെല്ലുമ്പം പഴയ കുട്ടികളെ റാഗ് ചെയ്യുമല്ലോ നമ്മൾ സ്ട്രോങ് ആകാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഈ അമ്മായിമ്മ പോരൊക്കെ വെച്ചേക്കുന്നതെന്ന് നമ്മൾ പറയും. കാരണം അത് അതിജീവിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തും അതിജീവിക്കാം എന്നുള്ളൊരു ധൈര്യമാണ്. മനസ്സിലായോ? അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ അതിനെ പോസിറ്റീവായിട്ട് കരുതേണ്ടത്. എന്ന് പറഞ്ഞിട്ട് അവരുടെ ചവിട്ടും തുപ്പും അടിയും ഒന്നും കൊണ്ട് കിടക്കേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ സ്ത്രീകൾ സ്ട്രോങ് ആയിട്ട് നിൽക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് നമുക്ക് സ്വന്തം കാലിൽ നിൽക്കാനുള്ള വരുമാനമാണ്. ഇത് ഇത്രയൊക്കെ പറഞ്ഞ് ഞാൻ എന്തിനാന്ന് ചോദിച്ചാൽ, മാരിയോ ദമ്പതികളുടെ നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ സോഷ്യൽ മീഡിയയിൽ വളരെ ആക്റ്റീവായിട്ടുള്ള ഈ പറഞ്ഞ കൗൺസിലിംഗ് ഒക്കെ നടത്തുന്ന, സുവിശേഷങ്ങളൊക്കെ നടത്തുന്ന, അവരെക്കുറിച്ച് നല്ലത് മാത്രമാണ് കേട്ടിട്ടുള്ളത് കേട്ടോ. ഇങ്ങനെ വീട് വെച്ച് കൊടുക്കുന്നു, അതിൻ്റെ അഴിമതിയെക്കുറിച്ച് ഒന്നും ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ തന്നെ ഇപ്പം അത് പലരും ആഘോഷിക്കുന്നുണ്ട്. പക്ഷേങ്കിൽ നമുക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ നമ്മുടെ ചിലപ്പോൾ വികാരങ്ങളെ പൊട്ടി വരുമ്പോൾ നമുക്കുണ്ടാകുന്ന മാറ്റം നമുക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാതെ വരും അല്ലേ. ഇപ്പോൾ ബിഗ് ബോസ് സീസണൊക്കെ കഴിയുന്ന സമയത്ത് നമുക്കത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും അല്ലേ. അപ്പോൾ അവരുടെ ജീവിതത്തിലുണ്ടായ ഒരു എന്തൊക്കെയോ ഒരു പ്രശ്നങ്ങൾ. ഇപ്പം കഴിഞ്ഞ ദിവസം കാജൽ പറഞ്ഞ പോലെ ഈ വിവാഹ സർട്ടിഫിക്കറ്റിനും എക്സ്പയറി ഡേറ്റ് വേണം. നമ്മൾ ചിലപ്പം വിചാരിച്ച പോലെ ആവില്ലല്ലോ, അപ്പോൾ അതിനും ഒരു എക്സ്പയറി വേണമെന്ന് പറഞ്ഞ പോലെ ഇങ്ങനെയൊക്കെയാണ് എല്ലാവരുടെയും ജീവിതം അല്ലേ. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ ജീവിക്കുക, ഇല്ലെങ്കിൽ വിട്ട് കളയുക, അതായിരിക്കും നല്ലത്.